ഓരോ സുലൈമാനിയിലും ഒരിച്ചിരി മുഹബത്ത് വേണം. അതിലൊരു ജീവന്റെ വില കൂടെ ഉണ്ടെങ്കിൽ മൊഞ്ചിനിയും കൂടുതലേ. 2014 കോഴിക്കോട് IPM ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴാണ് ഫുലേജും സുഹൃത്തുക്കളും അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തത്. സൗഹൃദത്തിന്റെയും സഹാനുഭൂതിയുടെയും രുചിക്കൂട്ടുകൊണ്ട് അവർ കെട്ടിപ്പൊക്കിയ ഒരു മാറ്റത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്, ഇക്കായിസിന്റെ കഥ. അന്നൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി ഫണ്ട് സ്വരൂപിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ അവിടെ നിന്നും ആഴത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. പിന്നീട് ലോക ശ്രദ്ധ ആകർഷിച്ച ഓപ്പറേഷൻ സുലൈമാനി മുതൽ പല സാന്ത്വന പ്രവർത്തനങ്ങളുടെയും അണിയറയിൽ ഇവരുണ്ടായിരുന്നു. ഒടുവിൽ സ്വന്തമായ ഒരു സോഷ്യൽ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന തീരുമാനത്തിലേക്ക് വരെ അത് എത്തിച്ചേർന്നു. അങ്ങനെ കോഴിക്കോട് നഗരത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പല സ്ത്രീകളിൽ നിന്നും നേരിട്ട് രുചി വിഭവങ്ങൾ ഏറ്റെടുത്ത് ഒരു മഞ്ഞ ഫുഡ് ട്രാക്കിലൂടെ ഇക്കായിസ് ജനഹൃദയങ്ങളിലേക്ക് ഓടിച്ചെത്തി. നിപ, കൊറോണ, പ്രളയം തുടങ്ങി ഭവനരഹിതർക്ക് ഭക്ഷണം നൽകുന്നത് മുതൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സാമൂഹ്യ സേവന രംഗത്ത് ഇവർ എന്നും ഒന്നാമതുണ്ട്. വിസ്മയിലുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് തൊഴിൽ നൽകിയും ഇവർ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. ലാഭം മാത്രം കണ്ടുകൊണ്ട് ബിസിനസ്സിന് ഇറങ്ങുന്നവർക്കിടയിൽ വേറിട്ട് നിൽക്കുന്ന ഇക്കായിസിനെ അങ്ങനെ ജനം വളരെ പെട്ടെന്ന് വളർത്തി. ഇന്ന് ദുബായ്, UK, ബഹ്റൈൻ, ഷാർജ, കുവൈറ്റ് എന്നിവിടങ്ങളിലൊക്കെയും ഇക്കായിസിന് ബ്രാഞ്ചുകളുണ്ട്. കഷ്ടപ്പെടുന്നവരെ കാണാതിരിക്കാത്ത കണ്ണായി. സോ ദാറ്റ് വാസ് ടുഡേസ് ഡോസ് ഓഫ് ഉപ്പിലിട്ടത്.